ഇപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് കോഴിമുട്ട പുഴുങ്ങലാണ്. അപ്പോൾ നമുക്ക് ആദ്യം കോഴിമുട്ട പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കടയിൽ പോയിട്ട് ഒരു 5 കോഴിമുട്ട വാങ്ങിക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കോഴിമുട്ട ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് അവിടെ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ കോഴിമുട്ടയിൽ നമ്മുടെ സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ അത്. വേറെ ആരും ചിന്തിക്കണം. മഹേഷിൻ്റെ എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഫുഡാണിത്. നിങ്ങൾക്കത് ആർക്കും ചിന്തിച്ച് എന്താണെന്നുള്ളതൊന്നും കിട്ടില്ല. അപ്പം ഇതിൽ ഇപ്പോൾ 2 കോഴിമുട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു. അതിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ഇതാ ഇവിടെ വെച്ചു. അതിന് ശേഷം ഇതിൽ ലേശം നമ്മുടെ ഉപ്പില്ലേ, ഒരു ടീസ്പൂൺ ഉപ്പെടുത്തിട്ട് ഈ കോഴിമുട്ടയിൽ ഇട്ടു. ഈ കോഴിമുട്ടയിൽ ഉപ്പിട്ട എന്താണ് പ്രത്യേകത എന്നുള്ളത് നിങ്ങൾ എനിക്ക് ഞാൻ ഇതുവരെ അതിൻ്റെ കമൻ്റ് ഇടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് നല്ലപോലെ സ്പൂൺ എടുക്കട്ടെ, ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തു. എന്തിനാണ് ഈ ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അയക്കണം. ദയവ് ചെയ്തിട്ട് ആരും തെറിയും ചീത്തയൊന്നും വിളിക്കരുത്. നല്ലപോലെ കമൻ്റായിട്ട് അയച്ചാൽ മതി. അപ്പോൾ കോഴിമുട്ട ഏകദേശം തിളഞ്ഞ് പതച്ച് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, കോഴിമുട്ട എങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് പുഴുങ്ങാമെന്നുള്ളതാണ്. ഇതിലിപ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് കോഴിമുട്ട. അപ്പം നിങ്ങൾക്കും ഇത് അവരവൻ്റെ വീട്ടിൽ തന്നെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ മുഖം കാണിക്കാത്ത വേറെ ആരും ചീത്ത വിളിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോഴിമുട്ട നല്ല തിളച്ച് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോഴിമുട്ട പ്രത്യേകിച്ച് ഉപ്പിടണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ കോഴിമുട്ട പ്രത്യേകത നമുക്കത് തോട് കളയുമ്പോൾ അറിയാം എന്തുകൊണ്ടാണ് നല്ലപോലെ തിളച്ച് പതിഞ്ഞ് വരുന്നത്. നിങ്ങളിത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അത് ഒരു വെറൈറ്റി ഫുഡായിരിക്കും. നിങ്ങൾക്ക് ലൈഫിൽ പിന്നീട് ഗുണം വരും. അയ്യോ, ഇതൊന്ന് തിളച്ച് പോകുന്നത്. അപ്പം ഈ തിളച്ച സമയത്ത് നമ്മൾ ഗ്യാസ് കുറച്ച് കമ്മിയാക്കുക. കുറച്ച് കമ്മിയാക്കി നല്ലപോലെ പതഞ്ഞ് വരണം. ഈ സാധനം പതഞ്ഞ് വന്ന് ആ കോഴിമുട്ട പൊട്ടിയതൊക്കെ നമുക്കിങ്ങനെ കാണണം. അല്ല, കുറച്ചുകൂടെ കൂട്ടിയാലേ പൊട്ടുള്ളത്. തിളച്ച് പതഞ്ഞ് വരട്ടാണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു വെറൈറ്റി ഫുഡാണ്. നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. കോഴിമുട്ട പുഴുങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ പൈസയൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ പൈസ കിട്ടാൻ തുടങ്ങിയത് കൊണ്ടേ നമുക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.